ഹലോ, ഇന്നൊരു വെറൈറ്റി ചട്നി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ദോശയുടെയും ഇഡ്ഡലിയുടെയും അതുപോലെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചട്നിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അതിന്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പൊട്ടുകടല ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പൊട്ടുകടലയാണ് കേട്ടോ. ഒരു പാക്കറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ചട്നി ഉണ്ടാക്കാനായിട്ട് പറ്റും. വെറും 3 ടേബിൾ സ്പൂൺ മാത്രം മതി. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 8 മണി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം ആവണ്ട, അപ്പോൾ കയ്പ്പുണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 6 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം വലുതും ബാക്കിയൊക്കെ ചെറുതുമാണ് കേട്ടോ. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചെറിയ ഉള്ളി ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ 3 വറ്റൽമുളകാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വറ്റൽമുളകൊക്കെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ തേങ്ങ ചിരവിയതും കൂടി നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ബ്രൗൺ കളർ ആകൊന്നും വേണ്ട. ഈ തേങ്ങയുടെ പച്ചച്ചുവന്ന് മാറുന്നത് വരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം 4 ടേബിൾ സ്പൂൺ ചേർത്തു. അപ്പോൾ ഇനി വീണ്ടും 4 ടേബിൾ സ്പൂണും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ അത് ആദ്യം ചേർത്തത് തികയില്ല എന്ന് തോന്നിയോണ്ട് വീണ്ടും ഇട്ടതാണ്. അപ്പോൾ തേങ്ങയും കൂടി ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. തണുത്തതിന് ശേഷമാണ് നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചട്നിയിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ, അതായത് നെല്ലിക്കൻ്റെ വലിപ്പത്തിൽ, ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളൻപുളി കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ചട്നി വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് അരച്ചെടുക്കാൻ. എന്ന് വിചാരിച്ചിട്ട് ഒത്തിരി ലൂസാക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചട്നി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ ചട്നി ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. നല്ലെണ്ണയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. പക്ഷേ നല്ലെണ്ണയിൽ ചെയ്യണം കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഈ ചട്നി ഇനി വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ. ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്